ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ കുറേ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് ഇനി ഫ്യൂച്ചറിൽ കാനഡയിലേക്ക് വരാനിരിക്കുന്നവരും അപ്പം നിലവിൽ കാനഡയിലുള്ളവരും ഈ വീഡിയോ കണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണുക. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്റ്റർ അനൗൺസ് ചെയ്തത്, അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇപ്പോൾ നിലവിൽ കാനഡയിൽ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ലാസ്റ്റ് 2022 ഒക്ടോബർ മുതൽ ഒരു പുതിയൊരു റൂൾ വന്നായിരുന്നു. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് 20 മണിക്കൂറല്ല, വീക്കിലി ഫുൾ ടൈം ഓഫ് ക്യാമ്പസ് വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ 2024 ഏപ്രിൽ 30 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവന്നു. അത് ഇനി മുതൽ റിന്യൂ ചെയ്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണെങ്കിൽ, നിങ്ങൾ സ്റ്റഡി പെർമിറ്റിലാണെങ്കിൽ ഫുൾ ടൈം വർക്ക് ചെയ്യരുത്. നിങ്ങളെല്ലാവരും ഇത് അറിഞ്ഞു കാണും. എങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യരുത്. അത് റിന്യൂ ചെയ്തിട്ടില്ല. ഏപ്രിൽ 30 ശേഷം നിങ്ങൾക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് മിനിസ്റ്റർ പറഞ്ഞത്. അപ്പോൾ അത് റിന്യൂ ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഏപ്രിൽ 30 2024 ശേഷം ഇനി അങ്ങോട്ട് 20 മണിക്കൂർ വീക്കിലി വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത് മിനിസ്റ്റർ ഒരു അനൗൺസ്മെന്റ് നടത്തിയായിരുന്നു. അത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വളരെയധികം ഗുഡ് ന്യൂസ് ആണ്. അതായത് ഈ ഫാള് മുതൽ 20 മണിക്കൂർ എന്നുള്ള ലിമിറ്റ് എടുത്ത് മാറ്റിയിട്ട് 24 മണിക്കൂർ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വീക്കിലി വർക്ക് ചെയ്യാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ മിനിസ്റ്റർ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇവിടെ മിനിമം ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് 8 മണിക്കൂറാണ് കാനഡയിൽ. ഇപ്പോൾ മോർണിംഗ് ഷിഫ്റ്റോ ആഫ്റ്റർനൂൺ നൈറ്റ് ഷിഫ്റ്റ് അങ്ങനെ 3 ഷിഫ്റ്റ് ഉണ്ട് നമ്മുടെ കാനഡയിൽ. പല ജോലികളിലും പല ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ മിനിമം 8 മണിക്കൂറാണ്. അപ്പം 20 മണിക്കൂറാണെങ്കിൽ ഇപ്പോൾ 2 ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 16 മണിക്കൂർ, 3 ഷിഫ്റ്റ് ആണെങ്കിൽ 24 മണിക്കൂറായിട്ട് മാറാറുണ്ട് വീക്കിലി. അപ്പോൾ നേരത്തേക്ക് സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്ന സമയത്ത് വീക്കിലി 24 മണിക്കൂർ വരെ പോകാറുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഫാള് മുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് 24 മണിക്കൂർ വീക്കിലി ഓഫ് ക്യാമ്പസ് വർക്ക് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. കാരണം 4 മണിക്കൂർ നമുക്ക് എക്സ്ട്രാ കിട്ടുകയാണ്. അപ്പോൾ ബൈ വീക്കിലി നമുക്ക് 8 മണിക്കൂറുടെ എക്സ്ട്രാ കിട്ടും നേരത്തെ ഉള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അപേക്ഷിച്ച്. എന്നാൽ പോലും നമുക്ക് ഫുൾ ടൈം ചെയ്യാൻ പറ്റത്തില്ല നേരത്തെ പോലെ. പക്ഷേ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കാരണം ആ പാൻഡമിക്കിന്റെ ബാക്കായിട്ടാണ് അവർ ഈ പറഞ്ഞ ഫുൾ ടൈം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് കൊടുത്തിരുന്നത്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഇനി വരുന്ന സ്റ്റുഡൻസ് ഈ സെപ്റ്റംബറിലേക്ക് മുതൽ 24 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇനി വീണ്ടും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തുമോ നമുക്ക് അറിയത്തില്ല. നിലവിൽ നമ്മുടെ മിനിസ്റ്റർ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഐവറി പാർക്കിലാണ്, ലണ്ടനിലാണ്. ഫാൻഷ്യലൊക്കെ പഠിക്കാൻ വരുന്നതാണെങ്കിൽ ഈ പാർക്കിലൊക്കെ ഒന്ന് വരണം. ഈവനിങ് ഒക്കെ അടിപൊളിയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അതുപോലെ ചെറി ബ്ലോസം കാണാൻ പറ്റിയ ലണ്ടനിലെ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഐവറി പാർക്കാണ്. നമ്മുടെ തേൻ റിവറിന് അടുത്താണ് ഈ പാർക്ക്. അപ്പം ഫിഷിംഗ് ഒക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഫിഷിങ്ങിനൊക്കെ വരാൻ പറ്റും. ഞാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ഇഷ്ടംപോലെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പുറത്ത് കാണുന്ന ഹാരിസ് പാർക്കാണ്. ഫാമിലിയായിട്ടൊക്കെ ഇഷ്ടംപോലെ പേര്, വീക്കെൻഡ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ പേര് സൈക്ലിങ്ങിനും. കാരണം ഇവിടെ ഒരാൾ സൈക്ലിംഗ് ഉണ്ട്. മീറു ഹായ്. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ സൗണ്ട് കേട്ടില്ലേ നിങ്ങൾ കുറയ്ക്കുന്നത്? അതാണ് ആ കാണുന്ന രണ്ടെണ്ണം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാനഡയിലേക്ക് വരാനിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത്. സ്റ്റേ ട്യൂൺ. ബൈ.